ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു അന്വേഷണവും ഒരു നടപടിയും ഇത് സംബന്ധിച്ചെടുത്തിട്ടില്ല. എല്ലാ ഫൈൻഡിങ്ങും നടത്തിയത് കഴിഞ്ഞ സമയത്ത്. നിങ്ങളിതൊന്ന് അറിയണം. 2020 ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നിയമസഭയിൽ ഒരു ആരോപണം വന്നു. അപ്പം ഞാൻ പറഞ്ഞു, അന്നത്തെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, അങ്ങൊരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. അതിനുശേഷം അവർ വിജിലൻസ് അന്വേഷണം നടത്തി. എൻ്റെ ആവശ്യമില്ല, ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ട് അന്വേഷണം നടത്തിയിട്ട് ഒരു തരത്തിലുള്ള ക്രമക്കേടും നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണം നടത്തി വിജിലൻസ് ഗവൺമെന്റ് കൊടുത്തു. അന്ന് അത് അംഗീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു പരാതി ആയിട്ട് ഒരാൾ ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിൽ പോയി. സിംഗിൾ ബെഞ്ച് ആ പരാതി തള്ളി. രണ്ടാമത് അതിമ്മ അപ്പീലായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയി ഹൈക്കോടതി. അത് ആ ഡിവിഷൻ ബെഞ്ച് തള്ളി. കേട്ടോളാം. പിന്നീടാണ് ഞാൻ പ്രതിപക്ഷ നേതാവായി വരുന്നത്. പ്രതിപക്ഷ നേതാവായി വരുമ്പോഴാണ് 2023 നേരത്തെ അന്വേഷിച്ച് തള്ളിയ കേസ് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും ഒരു പരാതി വാങ്ങി വീണ്ടും അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞതിന് ശേഷം വിജിലൻസ് റിപ്പോർട്ടാണ് 14/6/2023 രജിസ്റ്റർ ചെയ്ത കേസിൽ 7/9/24 വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? എൻക്വയറി കുഡ് നോട്ട് ഡിസ്കവർ എനി എവിഡൻസ് ടു സസ്റ്റെയിൻ ദി അലിഗേഷൻ. The inquiry so far could not reveal any evidence and also the allegations could not sustain in evidence. ഇത് ഞാൻ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ളതല്ല, 7/9/2024 റിപ്പോർട്ടാണ്. ഇനി വീണ്ടും അതിലെ വിജിലൻസ് നടത്തിയ റിപ്പോർട്ടിൽ 2 വിജിലൻസ് ഡയറക്ടർമാർ റിപ്പോർട്ട് കൊടുത്തു. ഒന്ന്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ക്ലീൻ ചിറ്റാണ്. അതായത് PC ആക്ട് എനിക്കെതിരെ ഈ അലിഗേഷൻ അന്വേഷിച്ചതിൽ നിൽക്കില്ല എന്ന് ഒരു വിജിലൻസ് ഡയറക്ടർ. അപ്പോൾ പറഞ്ഞു FCRI അന്വേഷിക്കാൻ പ്രകാരം തീർക്കരുതല്ലേ, ഞാൻ പ്രതിപക്ഷ നേതാവാണല്ലോ, തീർക്കരുതല്ലേ, FCRI വയലേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഒരു FCRI വയലേഷനും ഇല്ലെന്നും പറഞ്ഞ് രണ്ടാമത്തെ വിജിലൻസ് രണ്ട് വിജിലൻസ് ഡയറക്ടർമാരെ ഞാൻ സ്വാധീനിച്ചെന്ന് പറയരുത്. രണ്ടാമത്തെ വിജിലൻസ് ഡയറക്ടർ രണ്ടാമത് FCRI അന്വേഷണം നടത്തി. FCRI നിലനിൽക്കില്ല, ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ വയനാട് ഞങ്ങളുടെ ക്യാമ്പ് നടത്തുന്ന ദിവസം അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് CBI അന്വേഷിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ മറുപടി ഓർമ്മയിട്ടല്ല, ഞാൻ പേടിച്ചു പോയി. ഉടനെ CBI അന്വേഷണം ഏർപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞു. CBI അന്വേഷണം ഇതിനകത്ത് നിലനിൽക്കുക. കാരണം വിജിലൻസിനൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പറ്റാത്തൊരു കേസിൽ CBI അന്വേഷണം നിലനിൽക്കില്ല എന്നുള്ള നിയമോപദേശം ഗവൺമെന്റിന് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം നിന്നിട്ട് ഇത് തീർക്കാതെ, എന്നുവെച്ചാൽ എല്ലാ റിപ്പോർട്ടും കിട്ടിയിട്ട് ഇത് തീർക്കാതെ ഇവര് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോ എന്താണ് കൊടുത്തിരിക്കുന്നത്? എന്നാ കൊടുത്തിരിക്കുന്നത്? 26/5/2026 വിജിലൻസ് ഡയറക്ടർ കൊടുത്തിരിക്കുന്നത് എന്താ? ആസ് സ്റ്റേറ്റഡ് earlier, there is no vigilance angle revealed in the case and so no action is due from this department in this regard. Hence further action in this regard may be dropped. എന്ന്. അപ്പൊ എല്ലാ അന്വേഷണം നടത്തി എല്ലാ റിപ്പോർട്ടും കൊടുത്തത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. പക്ഷെ ആ റിപ്പോർട്ട് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ഈ ഒരു പുകമറ ഉണ്ടാക്കി എനിക്കെതിരായിട്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും എനിക്കെതിരായിട്ട് ക്യാമ്പയിൻ നടത്തി. ആയിരുന്നല്ലോ, ക്ലിയർ ആയില്ലേ ഇപ്പോ? കാരണം ഞാനൊന്നും പറഞ്ഞില്ല, ഞാനന്ന് ഒരിക്കലും ഇത് രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ഞാൻ പറയില്ല. ഒരു ആരോപണം വന്നതാണ് എന്നായിരുന്നു എൻ്റെ വാക്ക്. എല്ലാവരും പറയും ഇത് രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്ന് എല്ലാവരും പറയും രാഷ്ട്രീയം. ഞാൻ പറഞ്ഞു അന്ന് ഇത് രാഷ്ട്രീയമായിട്ടല്ല, ഒരു ആരോപണം വന്ന് ഞാൻ തന്നെയല്ലേ പറഞ്ഞു അന്വേഷിക്കാൻ. വിജിലൻസ് പറഞ്ഞപ്പോ വിജിലൻസ് അന്വേഷിക്കാൻ പറഞ്ഞു, CBI പറഞ്ഞപ്പോ CBI അന്വേഷിക്കാൻ. അതൊക്കെ അവിടെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. വിജിലൻസിന് കംപ്ലീറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടോ, അവിടെ എത്ര വീട് വെച്ചിട്ടുണ്ട്, ആ വീടിലെ അഡ്രസ്, അവരുടെ അഡ്രസ്, എത്ര വീട് വെച്ചിട്ടുണ്ട്, എത്ര പേർക്ക് അവിടെ ധനസഹായം കൊടുത്തിട്ടുണ്ട്. ഈ കടക്കാർക്കൊന്നും കഴിഞ്ഞ പ്രാവശ്യം 2018 ഒന്നും കൊടുത്തില്ല. ഞാൻ 1600 കടകൾക്കാണ് അവിടെ നഷ്ടപരിഹാരം കൊടുത്തത്. കാലിത്തീറ്റ വരെ കൊടുത്തു, 50 ടൺ കാലിത്തീറ്റ വരെ കൊടുത്തു. അത് ഓരോ സ്പോൺസർഷിപ്പാണ്. ഈ പുനർജനിക്ക്
ഇവിടെ മോഡൽ എന്ന് പറയുന്നത്, ഞാനതുകൊണ്ടാണ് അന്ന് ധൈര്യമായിട്ട് അസംബ്ലി പറഞ്ഞത് ഇത് നല്ല മോഡലാണെന്ന് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ. ഞങ്ങൾക്ക് ഒരു അക്കൗണ്ടും ഇല്ല. ഉദാഹരണത്തിന് വീട് വെക്കാൻ ഒരാൾ വന്നാൽ നമ്മൾ ബെനിഫിഷ്യറിയെ പറഞ്ഞു കൊടുക്കും, അവർക്ക് വീട് വെച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ലോക്കൽ കോൺട്രാക്ടേഴ്സിന്റെ പാനലുണ്ട്, അവർക്ക് ആദ്യം 2 ലക്ഷം രൂപ കൊടുക്കും, അപ്പോൾ അവർ പണിയും. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അടുത്ത 2 ലക്ഷം രൂപ കൊടുക്കും, പിന്നെ ബാക്കി പൈസ കൊടുക്കും. അങ്ങനെയാണ് വീട് പണി പൂർത്തിയാക്കുന്നത്. ഇപ്പൊ തയ്യൽ മെഷീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയായിട്ട് ഞങ്ങൾ ധാരണ ഉണ്ടാക്കി. അവർ പറഞ്ഞു ഇത് ഫ്ലഡിന്റെ റിലീഫാണ്, 100 തയ്യൽ മെഷീൻ ഞങ്ങൾക്ക് പൈസ തന്നാൽ ഞങ്ങൾ 110 എണ്ണം കൊടുക്കാമെന്ന്. അപ്പൊ പല സ്ഥാപനങ്ങളും വന്ന്, റോട്ടറി ക്ലബ്ബുകൾ ഉൾപ്പെടെ സ്ഥാപനങ്ങൾ വന്ന് 100 എണ്ണത്തിന്റെ പൈസ അവിടെ അടയ്ക്കും കമ്പനിയിൽ. ഞങ്ങൾ ബെനിഫിഷ്യറീസിന്റെ ലിസ്റ്റ് കാണിക്കും. എന്നിട്ട് ഈ ഡോണറിന്റെ സാന്നിധ്യത്തിൽ ഈ 110 പേർക്ക് ഞങ്ങൾ ഇത് കൊടുക്കും. അങ്ങനെയാണ് 1200 പേർക്ക് തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും കൊടുത്തു, കൃഷിനാശം സംഭവിച്ചവർക്ക് കൊടുത്തു. ഇനിയിപ്പോ ഞാൻ പറയുന്നത് എന്റെ അനുഭവം, ഇത് ഒരു മോഡലായിട്ടാണ് ചെയ്തത്. മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര രംഗത്ത് പ്രവർത്തിക്കുകയും ഈ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏജൻസികളുടെ മാനേജ്മെന്റ് ടെക്നിക്കൽ ഗൈഡൻസ് വാങ്ങിച്ചിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു MLA ചെയ്ത പ്രോജക്റ്റ്. എനിക്ക് അതിനകത്ത് അഭിമാനമുണ്ട്. അല്ലല്ല, നമ്മളിപ്പോ 1 കേരള മിഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ചെയ്താണ് ബജറ്റില്, വെറുതെ ഒരു ഇതല്ല. അതിൽ ഈ രംഗത്ത് ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്, അവരുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഇഷ്ടം പോലെ, ധാരാളം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഓരോ രംഗത്ത് പ്രവർത്തിക്കുന്ന, ഓരോ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന അവരെല്ലാം കൂടി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോർപ്പസ് ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യും. അതിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തേക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, ഒരു ഡോണർ 1000 രൂപ തന്നാൽ അതിൽ നിന്ന് 1 രൂപ പോലും ചെലവെടുക്കാതെ ഈ 1000 രൂപയും ബെനിഫിഷ്യറിയുടെ കയ്യിലെത്തിക്കും. അതായിരുന്നു പുനർജനി മോഡലും എത്തിക്കും. 1 രൂപ പോലും പോവില്ല. ചെലവ് നമ്മൾ വേറെ വഹിക്കും, ഗവൺമെന്റ് വഹിക്കും ചെലവ്. അവിടെ MLA വേറെ സംവിധാനം ഉണ്ടാക്കി ആ ചെലവ് വഹിക്കും. പിന്നെ ഈ ബെനിഫിഷ്യറി ആരാണെന്ന് ഡോണറിന് അറിയാൻ പറ്റിയെന്ന സംവിധാനം, ഇയാൾ അർഹതപ്പെട്ട ആളാണെന്ന്. ഇപ്പൊ ഞാനെനിക്ക് 200 തയ്യൽ മെഷീൻ റോട്ടറി ക്ലബ്ബുകളിലൂടെയൊക്കെ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, റോട്ടറി ക്ലബിനെ അവരുടെ സ്ത്രീകളുടെ സംഘടനയുണ്ട് ഇന്നർവീൽ, അവരോട് വന്ന് ഈ 200 വീടുകളും വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ 200 വീടുകളിൽ അവിടുത്തെ സ്ത്രീകൾ വന്ന് വിസിറ്റ് ചെയ്തു. അപ്പൊ അവര് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് അവരുടെ കുടുംബങ്ങളെ ഉൾപ്പെടെയാണ് അവരോട് പറഞ്ഞു 300 എണ്ണം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം അത്ര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർ 300 എണ്ണം കൂടി തന്നു. ഇതോരോ മോഡലാണ്. ഇപ്പൊ 2 കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഒന്ന്, ഒരു ഡോണറും തരുന്ന പൈസയുടെ 1 രൂപ കുറയരുത്. 2, ബെനിഫിഷ്യറിയെ സെലക്ട് ചെയ്യും. ഞാൻ എങ്ങനെ ബെനിഫിഷ്യറിയെ സെലക്ട് ചെയ്ത്, ഒരു മാനേജ്മെന്റ് സ്കൂളുണ്ട്, കോളേജ് കളമശ്ശേരിയിൽ, XIME സേവിയേഴ്സിന്റെയാണ്. അവിടുത്തെ 200ഓളം സ്റ്റുഡൻസ്, MPA സ്റ്റുഡൻസും അവിടുത്തെ അധ്യാപകരും വന്ന് സർവേ നടത്തിയിട്ടാണ്, ആ സർവേയുടെ റിസൾട്ട് വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇപ്പൊ കടകൾക്ക് വിതരണം നടത്തിയപ്പോൾ അതിന്റെ കൂടെ വ്യാപാരി വ്യവസായി സംഘടനകളുടെ ലെറ്റർ കൂടി വാങ്ങിച്ചു. അപ്പൊ പിന്നെ ഞങ്ങളുടെ ഒരു ടീം വിസിറ്റ് ചെയ്ത് നോക്കി. അങ്ങനെ 2-3 മാർഗങ്ങളിലൂടെ നമ്മൾ ആരെങ്കിലും തരുന്ന പൈസ പറ്റിക്കരുതല്ലോ, മറ്റവര് തട്ടിപ്പിച്ചു കൊണ്ടുവരും. അങ്ങനെയുള്ള നിങ്ങളൊന്ന് പഠിക്കുക, ആ സ്കീമൊന്ന് പഠിക്കുക. നിങ്ങളെന്നിട്ട് എഴുതാ അതിനെ പറ്റിയൊക്കെ. എന്റെ പേര് പറയണ്ട. അതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, അതെല്ലാം ഉണ്ട്, അതെല്ലാം വിജിലൻസിൽ കൊടുത്തിട്ടുണ്ടെന്ന്. ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, സർക്കാരിന്റെ കയ്യിലുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, എത്ര വീട് വെച്ചെന്ന് വരെ പറയും. നിങ്ങൾ കേൾക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രിന്റ് ചെയ്ത് എല്ലാ വീടുകളിലും എത്തിക്കുകയും ചെയ്തതാണ്. എല്ലാ വീടുകളിലും അന്ന് വച്ച വീടുകളുടെ എണ്ണം, കൊടുത്ത തയ്യൽ മെഷീനുകളുടെ എണ്ണം, കാർഷിക കടാശ്വാസം കൊടുത്തത്, ഈ കടകൾ നഷ്ടപ്പെട്ടവർക്ക് പൈസ കൊടുത്തത്, പശുവിന് തീറ്റ പോലും ഉണ്ടായിരുന്നില്ല. 50 ടൺ കാലിത്തീറ്റയാണ് മിൽമ ബൂത്തുകൾ വഴി, മിൽമ വഴി അന്ന് വിതരണം ചെയ്തു. ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല സംസ്ഥാനത്ത്. അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യം, കുഞ്ഞുങ്ങൾക്ക് കംപ്ലീറ്റ് ഇത് നഷ്ടപ്പെട്ടവർക്ക് ഉള്ള സാധനങ്ങൾ, ലാപ്ടോപ്പ്, അതുപോലെ ഫോൺ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഫോണ്, ഒരുപാട് കാര്യങ്ങൾ, അതെല്ലാം പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്താണ്. എന്നിട്ട് എപ്പോഴും വന്നിട്ട് ഇതേ ചോദ്യം ചോദിക്കുക.